Operators. Operators are the special symbols in Python that carry out arithmetic or logical computation. Operators are divided into two. One is binary operator and another is unary operator. First case, binary operator. An operator that requires two operands, one at left and other at the right of the operator. That is called binary operator. Example, plus symbol for addition, minus symbol for subtraction, asterisk symbol for multiplication, etc. For example, 1 plus 2 equal to 3. In this 1 plus 2 is the operation where 1 and 2 are the operands. In between these two operands, you can see this addition symbol. The second case, 1 into 2. Here 1 and 2 are operands. ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു multiplication symbol കാണാം. That is the operator. 1 minus 2. 1, 2. ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും. അതാണ് ഓപ്പറൻറ്റുകൾ എന്ന് പറയുന്നത്. നടുവിലുള്ള മൈനസ് സിമ്പലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ. ഈ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേറ്ററിന് രണ്ട് സൈഡിലും ഓപ്പറൻറ്റുകൾ ഉണ്ടാകുന്ന ഓപ്പറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. Addition, subtraction, multiplication, etc. are the example. Unary operator എന്ന് പറഞ്ഞാൽ they require only one operator to operate. Example, plus and minus. Addition, subtraction, multiplication എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ബൈനറി ഓപ്പറേറ്റർ ആണ്. അവയ്ക്ക് രണ്ട് ഓപ്പറൻറ്റ് ഉണ്ടെങ്കിലാണ് നോർമലി വർക്ക് ചെയ്യാൻ സാധിക്കുക. ഈ ഓപ്പറേറ്ററുകളിൽ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, പ്ലസ് ആൻഡ് മൈനസ്, അതിന് ഒരു ഓപ്പറൻറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. +2, -2 എന്നൊക്കെ രീതിയിൽ ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒറ്റ ഓപ്പറൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണറി ഓപ്പറേറ്റർ. ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ഏതെല്ലാം തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. Operators are classified into 4 categories. One is arithmetic operators, second is relational operators, 3 logical operators, and assignment operators. First case, arithmetic operators. നമ്മളെ നോർമൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്കറിയാം. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സെട്ര. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് arithmetic operators. First case, exponentiation. Let us consider an example, 3 square or 3 raised to 2. 3 സ്ക്വയറിന്റെ റിസൾട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് 9. ഈ 3 സ്ക്വയർ എന്നതിനെ നമുക്ക് ഒരു പ്രോഗ്രാമിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് 3**2 എന്നാണ്. അതായത് ആസ്റ്ററിക് സിമ്പിൾ 2 തവണ ഉപയോഗിക്കും. 3**2 എന്ന് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പൈത്തൺ പ്രോഗ്രാമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 3 സ്ക്വയർ. അതിൻ്റെ റിസൾട്ട് 9 ആണ്. അപ്പോൾ എക്സ്പോണൻഷിയേഷന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് 2**. മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഒരു ആസ്റ്ററിക്കാണ് ഉപയോഗിക്കുക. 3 × 2 എന്ന ഈ രീതിയിലാണ് പ്രോഗ്രാമിൽ എഴുതുക. 3 × 2ന്റെ റിസൾട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് 6. ഈ ഒരു കേസിൽ ഇഫ് എനി വൺ ഓപ്പറൻറ്റ് ഈസ് ഫ്ലോട്ട്, ദ റിസൾട്ട് വിൽ ബി ഫ്ലോട്ട്. 3 × 2 എന്നതിന് പകരം 3 × 2.0 എന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 6.0 എന്നായിരിക്കും. 3, 2 എന്ന് പറയുന്ന രണ്ട് ഓപ്പറൻറ്റുകളിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെന്നെങ്കിൽ റിസൾട്ട് വിൽ ബി ഫ്ലോട്ടിംഗ് പോയിന്റ്. ഡിവിഷന് നമ്മൾ ഉപയോഗിക്കുക സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിളാണ്. 4.8/2 ഈ രീതിയിലാണ് എഴുതുക. അതിൻ്റെ റിസൾട്ട് 2.4 ആണ്. 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് റിസൾട്ട് 1. If any one operand is float, the result will be float. 4.8/2 എന്നതിൽ ഒരു ഓപ്പറൻറ്റ് 4.8 എന്ന് പറയുന്ന ഫ്ലോട്ട് ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? 2.4 എന്ന് പറയുന്ന
ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ 4/3 എന്ന് പറഞ്ഞാൽ രണ്ടും ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വിൽ ബി ട്രങ്കേറ്റഡ് ഇൻറ്റിജർ. 4/3 റിസൾട്ട് നമുക്കറിയാം 1.333 എന്നാണ് നമുക്ക് കിട്ടുക. ആ 0.333 എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്ത് പോകും. വിൽ ഗെറ്റ് ഓൺലി ട്രങ്കേറ്റഡ് ഇൻറ്റിജർ. അത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് 4.0 എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഈസ് 2/ 2/ ആണ് ഫ്ലോർ ഡിവിഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ 4.4//2 എന്ന് പറഞ്ഞാൽ വി വിൽ ഗെറ്റ് 2.0. 7//2 എന്ന് പറഞ്ഞാൽ വി വിൽ ഗെറ്റ് 3. ആക്ച്വലി 7നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ 3 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കോഷ്യന്റ്. 7നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് 3 എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 7നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് 3 എന്ന് പറയുന്നത്. 4.4നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കോഷ്യന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വാലിഡ് ആണ്. ഏതെങ്കിലും വൺ ഓഫ് ദ ഓപ്പറന്റ് ഈസ് ഫ്ലോട്ട്, ദ റിസൾട്ട് വിൽ ബി ഫ്ലോട്ട്. നെക്സ്റ്റ് ഈസ് മോഡുലസ് ഡിവിഷൻ. മോഡുലസ് ഡിവിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് പെർസെൻറ്റേജ് സിമ്പിൾ. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുക വി വിൽ ഗെറ്റ് ദ റിമൈൻഡർ. 4.4ന് മോഡുലസ് 2 കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 0.4. 7 മോഡുലസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 1. റിമൈൻഡർ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് മോഡുലസ് ഡിവിഷൻ. നെക്സ്റ്റ് അഡീഷൻ. പ്ലസ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. 10 + 8 എന്നുള്ളത് റിസൾട്ട് വിൽ ബി 18. 10 + 8.0 മീൻസ് റിസൾട്ട് വിൽ ബി 18.0. If one operand is float, result will be floating point value. Subtraction നമുക്ക് മൈനസ് എന്ന് പറയുന്ന ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. 10 - 8 = 2. 10 - 8.0 = 2.0. If one operand is float, result will be floating point value. Negation നമുക്ക് മൈനസ് സിമ്പിൾ തന്നെ യൂസ് ചെയ്യാം. -x. Value stored in x reverse the sign. Now relational operators. Relational operators എന്ന് പറഞ്ഞാൽ these operators are used to check a condition is true or false. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ട്രൂ ഓർ ഫാൾസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദേ ആർ ബൈനറി ഓപ്പറേറ്റേഴ്സ്. ദാറ്റ് മീൻസ് ഈ ഓപ്പറേറ്ററിന് രണ്ട് സൈഡിലും ഓപ്പറൻറ്റുകൾ ആവശ്യമാണ്. റിസൾട്ട് വിൽ ബി എ ബൂളിയൻ. മീൻസ് ദ റിസൾട്ട് വിൽ ബി യെസ് ഓർ നോ, 1 or 0. ആ ഒരു റിസൾട്ടേ ഉണ്ടാവുള്ളൂ in this case. So example, less than is one of the operator. Less than നമുക്ക് ഈ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുക. 2 < 3 it is true, result will be true. True, false അല്ലെങ്കിൽ 1 0 എന്ന് പറയുന്ന ബൂളിയൻ റിസൾട്ട് മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നുള്ള ഈ രീതിയിലാണ് എഴുതുക പ്രോഗ്രാമിന്റെ കേസിൽ. 3 < 2. ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാൽ മതി. 3 < 2. 3 < 2 അല്ല, 3 = 2 അല്ല. സോ റിസൾട്ട് ഈസ് ഫാൾസ്. ഗ്രേറ്റർ ദാൻ 3 < 2. റിസൾട്ട് ഈസ് ട്രൂ. Greater than or equal to 5 greater than or equal to 5 is equal to 5. So result is true. Not equal to ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. 6 ≠ 6 is false. equal to നമ്മൾ 2 times equal to സിമ്പിൾ ഉപയോഗിക്കണം. 12 = 12 എന്ന ഈ രീതിയിലാണ് എഴുതുക. ഇറ്റ് ഈസ് ട്രൂ. Next, logical operators. Logical operators are also binary operators. ഓപ്പറേറ്ററിന്റെ രണ്ട് സൈഡിലും ഓപ്പറൻറ്റുകൾ ഉണ്ടായിരിക്കും. To check more than one mathematical condition. Logical operators are used to check more than one mathematical condition. Let us check. Logical or, logical and, logical not. Logical or നമ്മൾ സിമ്പിളായിട്ട് ഓർ തന്നെയാണ് ഉപയോഗിക്കുക. ലോജിക്കൽ ആൻഡിന് തന്നെയാണ് ഉപയോഗിക്കുക. ലോജിക്കൽ നോട്ടിന് നമ്മൾ നോട്ട് തന്നെയാണ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക. സോ രണ്ട് കണ്ടീഷൻ, x = 2 ഓർ y = 4. ഇറ്റ് ഈസ് ട്രൂ ഇഫ് വൺ കണ്ടീഷൻ ഈസ് കറക്റ്റ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാലും മതി. ഓർ ആണ്.
it is true if one condition is correct. അടുത്തത് x equal to 2 and y equal to 4. It is true if both condition are correct. രണ്ടും കറക്റ്റ് ആയാൽ മാത്രമേ ഇത് ട്രൂ ആവുകയുള്ളൂ. Not y greater than 9. True if y less than 9. y less than 9 ആകുന്നിടത്തോളം കാലം ഇത് ട്രൂ ആയിരിക്കും. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. പ്രൊസീഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബോർഡ് മാസ് റൂൾസ് എന്നൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ, ഒരു മാത്തമാറ്റിക്കൽ റിലേഷനിൽ ഏതെല്ലാം ഓപ്പറേറ്ററിനാണ് പ്രയോറിറ്റി കൂടുതൽ, ആദ്യം ഏത് ഓപ്പറേഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രൊസീഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്. ഇറ്റ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്. Example, multiplication has higher precedence than addition. We can change the order using parenthesis. നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു പാരന്തസിസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഓപ്പറേറ്റർ പ്രൊസീഡൻസ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ഹയസ്റ്റ് പ്രൊസീഡൻസ്, ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്താണ് ഹയസ്റ്റ്, നമ്മളതിന് 7 അതുകൊണ്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രയോറിറ്റി താഴോട്ട് കുറഞ്ഞു വരും. ഒരു ഇക്വേഷനിൽ എക്സ്പോണൻസിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹയസ്റ്റ് പ്രയോറിറ്റി, അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 ആസ്റ്ററിക്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ് ഡിവിഷൻ, ദെൻ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ദെൻ റിലേഷണൽ ഓപ്പറേഷൻസ്, ദെൻ നോട്ട്, ദെൻ ലോജിക്കൽ ആൻഡ് then logical OR. So this is the priority. Now expressions. എന്താണ് expressions എന്ന് പറയുന്നത്? A meaningful combination of operators, constants and variables is known as expression. ഇപ്പൊ നമ്മൾ എഴുതാറുണ്ട് 1 + 2 = 3. അതിലെന്തുണ്ട്? ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എ മീനിങ് ഫുൾ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് ഈസ് നോൺ ആസ് എക്സ്പ്രഷൻ. Expressions are classified as 2 categories. One is arithmetic expression and second is logical expression. എന്താണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? An expression with arithmetic operators, constants and variables. An expression with arithmetic operators, constants and variables. You can see the example. Y plus 2/3 plus x into 3. It's one of the example. Next, y plus 2. അതിനൊരു പാരന്തസിസ് എല്ലാം കൊടുത്തു by 3 plus x into 3. Another is a plus b into 1.28. So all these things contains ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. സെക്കൻഡ് കാറ്റഗറി ലോജിക്കൽ എക്സ്പ്രഷൻ. കോമ്പിനേഷൻ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ് ആൻഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കോൺസ്റ്റൻസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദിസ്, ഇഫ് ദർ ആർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, if there are relational operators, നമുക്ക് അതിനെന്ത് വിളിക്കാം? ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. x greater than 10 is a logical expression. x less than or equal to y plus 3. a plus b into 1.28 greater than d and a not equal to b. x equal to 3. ഇതെല്ലാം ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്. Now initialization. Selection of data type is automatic in Python. ഒരു പൈത്തൺ പ്രോഗ്രാമിൽ നമ്മൾ ഒരിക്കലും ഒരു നമ്പർ ഇൻറ്റിജർ ആണ്, ഫ്ലോട്ട് ആണ്, ഒരു വേരിയബിൾ ഇൻറ്റിജർ ആണ്, ഫ്ലോട്ട് ആണെന്നും നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ഈസ് ഓട്ടോമാറ്റിക് ഇൻ പൈത്തൺ. നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു. ഇഫ് എ അസൈൻ 10 ആണെങ്കിൽ പൈത്തൺ അതിനെ ഇൻറ്റിജർ ആയിട്ട് എടുക്കും. 10.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫ്ലോട്ട് ആയിട്ട് എടുക്കും.
കോട്ടിനകത്ത് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ it will take as string. So it's automatic. So initialization of a variable is not required. But for a reassignment statement, the variable must be initialized. For a reassignment statement, the variable must be initialized. എന്താണ് reassignment statement എന്ന് പറയുന്നത്? Consider a statement x assign x plus term. x ഒരു വേരിയബിൾ ആണ്, ടേം മറ്റൊരു വേരിയബിൾ ആണ്. എക്സ് അസൈൻ എക്സ് പ്ലസ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യലി എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ടേം എന്നതിന്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സ് അസൈൻ എക്സ് പ്ലസ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താവും? 0 പ്ലസ് 1, എക്സിന്റെ വാല്യൂ 1 ആവും. ദെൻ എക്സിന്റെ വാല്യൂ 1 ആയിട്ടുണ്ട്, ടേമിന്റെ വാല്യൂ വീണ്ടും 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1, രണ്ടാമത് എക്സിന്റെ വാല്യൂ 2 ആയി. പിന്നെ 2 പ്ലസ് 1, എക്സിന്റെ വാല്യൂ 3 ആയി. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളൊരു 10 പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്ത് ലൂപ്പിന് പുറത്ത് പോയി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 10 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 10 ആയിരിക്കും. 0യിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം ഇത് 10 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. അത്തരം കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സിന്റെ വാല്യൂ വി നീഡ് ടു ഇനീഷ്യലൈസ്. ദാറ്റ് മീൻസ് ഹിയർ ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് മസ്റ്റ് ബി 0. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എക്സ് അസൈൻ 0, എക്സ് അസൈൻ എക്സ് പ്ലസ് ടേം എന്ന് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ എക്സിന്റെ വാല്യൂ ഒരു ലൂപ്പിനകത്ത് 10 ആയിട്ട് മാറിയാലും രണ്ടാം പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ സെക്ഷൻ വീണ്ടും റൺ ചെയ്യുന്ന സമയത്തൊക്കെ എക്സിന്റെ വാല്യൂ വീണ്ടും 0 ആയിട്ട് ഇത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന്. ഇത്തരം കേസിൽ ദ വേരിയബിൾ മസ്റ്റ് ബി ഇനീഷ്യലൈസ്ഡ്. Another case, sum assign 0, sum assign sum plus n. X assign 1, x assign x into term.